വിട്ടുപോയെന്നാൽ മോക്ഷി കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ. ലോകസംബന്ധ ഭവനം വിട്ടുപോയെന്നാൽ മോക്ഷി കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ. സർഗഭാഗ്യം എത്രയോഗ്യം ആർക്കു വർണ്ണിക്കാം, ആദിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നേ. എന്നാൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലയളവിൽ ഈ ഏകലോക മതത്തിന് വേണ്ടി പോപ്പ് ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുകയാണ്. ജോൺ പോൾ രണ്ടാമൻ ഒരു വേൾഡ് ഗവൺമെന്റിന് വേണ്ടി ആഹ്വാനം ചെയ്തു. രാഷ്ട്രങ്ങളുടെ പരമാധികാരം വിട്ടുകളയണം. അദ്ദേഹം ഒരു വേൾഡ് ഗവൺമെന്റിനും വേൾഡ് ഒരു മതത്തിനും വേണ്ടി അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു. ഞാൻ ഒന്നുകൂടെ മുന്നോട്ട് കടന്നു പോവുകയാണ്. ഇതിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുന്നു 2008. നമ്മൾ ഓർക്കണം, അതിനു മുമ്പ് വേൾഡ് ക്രിസ്ത്യൻ കൗൺസില് 48 തുടങ്ങി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യ സമൂഹങ്ങളെ ഒന്നിപ്പിക്കുവാൻ. അതുകൂടാതെ എക്യുമെനിക്കൽ മൂവ്മെന്റ്, മതങ്ങളെ എല്ലാം കൂടെ ഒന്നിപ്പിക്കുവാൻ ലോകത്തിൽ വളരെ ശക്തമായ മൂവ്മെന്റാണ് എക്യുമെനിക്കൽ മൂവ്മെന്റും. 48 തുടങ്ങിയ എക്യുമെനിക്കൽ മൂവ്മെന്റും അതുപോലെ വേൾഡ് ക്രിസ്ത്യൻ കൗൺസിലും. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ വൺ വേൾഡ് വൺ ചർച്ച്, വൺ വേൾഡ് വൺ ഓർഗനൈസേഷൻ, ഒരു ലോകം ഒരു മതം. മനുഷ്യൻ മതത്തിന് എന്തിന് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നു? നമ്മളെല്ലാം വിശ്വസിക്കുന്നത് ഒരു മതത്തിലല്ലേ? നമ്മൾ അറിയാം, കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചെന്ന് എനിക്ക് തോന്നുന്നു. 2020 അബ്രഹാം അക്കോർഡ് ഒപ്പുവെച്ചു എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ സന്തതികൾ ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന, വൺ ഗോഡ്, ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഹൂദന്മാരും ഒന്നിച്ച് ഒരു കുടുംബം. അതിന് പറയുന്നത് ദ അബ്രഹാമിക് ഫാമിലി ഹൗസ് എന്നാണ്. ആരാണ് ഒപ്പുവെച്ചെന്നറിയാമോ? പോപ്പ് ഫ്രാൻസിസും, അതായത് അബുദാബിയിലെ ഗ്രാൻഡ് ഇമാം അഹ്മദ് അൽ തയ്യിബും, അതായത് മുസ്ലിങ്ങളുടെ മുഖ്യ ഇമാമും പോപ്പ് ഫ്രാൻസിസ് കത്തോലിക്ക മതത്തിന്റെ തലവനായ അദ്ദേഹവും 4 ഫെബ്രുവരി 2019 അവർ പരസ്പരം ഒപ്പുവെച്ചു. ഒരു മതത്തിന് വേണ്ടി അവർ ഒപ്പുവെച്ചു. അതിന്റെ ഫലമായി എന്ത് സംഭവിച്ചു? അബുദാബി എന്ന് പറയുന്ന ഗൾഫിലുള്ള ഒരു രാജ്യത്തിൽ നമുക്കറിയാം, അവിടെ സാദിയത്ത് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ദ്വീപിൽ 3 മതങ്ങൾക്ക് ഒന്നിച്ചാരാധിപ്പാൻ, മുസ്ലിങ്ങൾക്ക് മോസ്ക്, യഹൂദന് അവരുടെ സിനഗോഗ്, ക്രിസ്ത്യാനികൾക്കൊരു പള്ളി. അതിൻ്റെ പടം നിങ്ങൾ പലരും കണ്ടു കാണും. അബുദാബിയിൽ അത് ആരംഭിച്ചു കഴിഞ്ഞു. അബുദാബിയിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. പോപ്പ് ഫ്രാൻസിസും മുസ്ലിം മതത്തിൻ്റെ പ്രധാന പുരോഹിതനായ ഗ്രാൻഡ് ഇമാം അഹ്മദ് അൽ തയ്യിബും കൂടെ ഒപ്പുവെച്ചതിൻ്റെ ഫലമാണ് ഇങ്ങനെ 3 മതങ്ങൾ ഒന്നിച്ചാരാധിപ്പാൻ അബുദാബിയിൽ ഒരു സ്ഥലം ഉണ്ടാക്കിയത്. പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇന്ന് അവർ പേര് കൊടുത്തു ക്രിസ്ലാം. ഇസ്ലാം എന്നല്ല, ക്രിസ്ലാം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും യഹൂദ മതവും കൂടെ ഒന്നിക്കുന്നു. അവര് സ്നാനത്തൊട്ടി ഉണ്ടാക്കി, ബാപ്റ്റിസ്മൽ ടാങ്ക് ഉണ്ടാക്കി. ഏക മതത്തിൽ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്താൻ അബുദാബിയിൽ തൊട്ടി ഉണ്ടാക്കി. തീർന്നില്ല, അവരൊരു വലിയ കെട്ടിടമുണ്ടാക്കി. അവിടെ ഇവർക്കൊക്കെ വന്ന് മീറ്റിംഗ് കൂടാതെ ഒരു പാട്ടെഴുതി ഉണ്ടാക്കി. ആ പാട്ട് എഴുതിയത് ഇവിടെ ഇതിൻ്റെ ഈ ഏക മതത്തിന് പ്രാധാന്യത കൊടുക്കുന്ന ഒരു ഓർക്കസ്ട്ര, അല്ലെങ്കിൽ ഒരു ഓർക്കസ്ട്ര, അതെ, ഒരു പാട്ട്. അതിനകത്ത് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഇസ്ലാമിൻ്റെയും പാട്ടുകൾ എഴുതുന്നവർ ഒന്നിച്ചിരുന്ന് ആ പാട്ടെഴുതി ഓൾറെഡി അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഏകമതത്തിന് വേണ്ടിയുള്ള പാട്ട്, ഏകമതത്തിൻ്റെ പാട്ട്, ഏകമതം ആരാധിക്കാനുള്ള ആ സ്ഥലം ഈ സമയത്താണ്, ഈ പ്രവർത്തനം നടക്കുമ്പോഴാണ്. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചോട്ടെ, 2008 ജൂലൈയിൽ
മാഡ്രിഡ്, അതായത് സ്പെയിനിലെ സൗദി അറേബ്യയുടെ രാജാവായ കിങ് അബ്ദുള്ള ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. കിങ് അബ്ദുള്ള എന്ന് പറയുന്നത് നമുക്കറിയാം, മതം, ഇസ്ലാം മതത്തിൻ്റെ കസ്റ്റോഡിയനാണ്. 300 മത നേതാക്കന്മാർ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് പങ്കെടുത്തു. യഹൂദ റബിമാര്, ക്രിസ്തീയ പാസ്റ്റേഴ്സ്, ബുദ്ധമതക്കാര്, ഹിന്ദുക്കള്, അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഈ സൗദിയിലെ കിങ് അബ്ദുള്ള രാജാവ് പ്രഖ്യാപിച്ചത് ഞാൻ അതുപോലെ കുറിച്ചെടുത്തു. വി ഓൾ ബിലീവ് ഇൻ വൺ ഗോഡ്. നമ്മളെല്ലാം ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഹൂ സെൻഡ് മെസ്സഞ്ചേഴ്സ് ഫോർ ദ ഗുഡ് ഓഫ് ഹ്യൂമാനിറ്റി. മനുഷ്യവർഗത്തിൻ്റെ നന്മയ്ക്കായി ദൂതന്മാരെ അയച്ച ഏക ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. നമുക്കതുകൊണ്ട് മുന്നോട്ട് ഒരേക മതം അല്ലെങ്കിൽ ഒന്നിച്ച് നമുക്ക് പ്രവർത്തിക്കാം. മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ഒന്നിക്കാം. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നിച്ച് പടുത്തുയർത്താം. എന്നെ കേൾക്കുന്നവരോട് ചോദിക്കട്ടെ, ഇത് നിസ്സാര കാര്യമാണോ? ഇസ്ലാം മതവും യഹൂദ മതവും ക്രിസ്ത്യ മതവും കൂടെ ഒന്നിച്ചു വന്ന് ഒരു സ്ഥലത്ത് ആരാധിക്കാൻ മൂന്ന് കെട്ടിടങ്ങൾ, മോസ്ക്, അതായത് സിനഗോഗ്, ക്രിസ്ത്യാനികളുടെ പള്ളി ഒരു ദ്വീപിൽ അബുദാബിയിൽ ഉണ്ടാക്കി കഴിഞ്ഞു. അവിടെ ഏകമതത്തിന് വേണ്ടി സ്നാനം നടത്താൻ തൊട്ടി ഉണ്ടാക്കി. അവിടെ ഒന്നിച്ച് അവർക്ക് മീറ്റിംഗ് നടക്കാൻ വലിയൊരു ഹോൾ ഉണ്ടാക്കി. അവിടെ ഒരു മതത്തിന് വേണ്ടി പാട്ടെഴുതി ഉണ്ടാക്കി. ഇത് എന്താണ് ഇത് കാണിക്കുന്നത്? ഈ സന്ദർഭത്തിൽ ഞാൻ മറ്റൊരു കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഈ അബ്രഹാം അക്കോർഡ്, അബ്രഹാമിൻ്റെ കുടുംബത്തിലുള്ളവർ ഒന്നിക്കുവാൻ വേണ്ടി തുനിയുമ്പോൾ പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഒന്നിച്ചിരുന്നില്ല. അവര് പറയുകയാണ്, ദൈവത്തിങ്കലെ പോപ്പ് പറയുകയാണ്, അതായത് ആഫ്രിക്കയിലെ വഡൂസ് എന്ന് പറയുന്ന പാമ്പിനെ ആരാധിക്കുന്ന, ബിംബങ്ങളെ ആരാധിക്കുന്ന, ഭൂതങ്ങളെ ആരാധിക്കുന്ന വഡൂസുമായിട്ട് ഈ പോപ്പ് മീറ്റിംഗ് നടത്തിയപ്പോൾ പറഞ്ഞത് ടൈം മാഗസിനിൽ വന്നത് ഞാൻ കുറിച്ചെടുത്തു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മതമൊന്നും വിട്ടുകളയണ്ട, നിങ്ങൾ മതം വിട്ടുകളയണ്ട, നിങ്ങളെ ഈ ഭൂതങ്ങളെയൊക്കെ ആരാധിക്കുന്നില്ലേ, അത് വിട്ടുകളയണ്ട, നിങ്ങളെ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ് ഈ വടുക്കളെ പോപ്പ് ആഹ്വാനം ചെയ്തു. വടുക്കൾ പറഞ്ഞു, ഞങ്ങൾ ദൈവത്തെ നേരിട്ട് കണ്ടു. പോപ്പ് ദൈവമായിട്ടാണ് അവർ പറഞ്ഞത്. നമ്മൾ അറിയുന്നതിലുപരിയായി കാര്യങ്ങൾ മുന്നോട്ട് പോയി. ഇതിനെ എതിർത്ത് നിന്നു ഒരു കൂട്ടര്, അതാണ് പ്രൊട്ടസ്റ്റന്റ് സഭകൾ. ഈ പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ഇമ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അത് ഒന്ന് പറയാതിരുന്നാൽ തെറ്റല്ല. അമേരിക്കയിൽ നമുക്കറിയാം, ലോകത്തിലെ ഏക പ്രൊട്ടസ്റ്റന്റ് രാജ്യമാണ് അമേരിക്ക. അമേരിക്കയിലെ ഒരു സർവേ നടത്തി. അവിടെയുള്ള പാസ്റ്റേഴ്സ്, പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ പാസ്റ്റേഴ്സിനെ അവരോട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ അയച്ചു. ജെഫ്രി ഹാഡൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം എഴുതി ചോദിച്ചു, ഈ പ്രൊട്ടസ്റ്റന്റ് സഭകളെ നയിക്കുന്ന പാസ്റ്റേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിക്കുന്നോ യേശുക്രിസ്തു ദൈവമാണെന്ന്? സാധാരണക്കാരോടല്ല ചോദിച്ചത്, പാസ്റ്റേഴ്സിനോട് ചോദിച്ചു. അവർ മറുപടി കൊടുത്തു. 45% പാസ്റ്റേഴ്സ് മറുപടി കൊടുത്തു, ഇല്ല. സഭയെ നയിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റേഴ്സ് പറയുകയാണ്, 45% പറയുകയാണ്, യേശുക്രിസ്തു ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദൈവവചനം ദൈവശ്വാസീയമാണോ? യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണോ? 80% പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റേഴ്സ് പറഞ്ഞു അല്ല. പിന്നീട് യേശുക്രിസ്തു മരണത്തിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിച്ചോ? ആ ക്വസ്റ്റ്യന്റെ മറുപടി 36% എഴുതി ഇല്ല. പ്രൊട്ടസ്റ്റന്റ് സഭകൾ യഥാർത്ഥമായ ഉപദേശങ്ങൾ വിട്ടുപോവുകയാണ്. പൗലോസ് രേഖപ്പെടുത്തിയ അന്ത്യകാലത്തിൽ ഇത് സംഭവിക്കുമെന്നുള്ളത് പറഞ്ഞു. എടുത്താട്ടെ, നമുക്കൊന്ന് തിമോഥെയോസ് 4-ാം അധ്യായം എടുക്കാം. 2 വാക്യം മാത്രം ഞാൻ വായിക്കുകയാണ്. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിച്ച കാര്യം, നമ്മൾ വന്നെത്തിയത്, നമ്മൾ ജീവിക്കുന്ന നാളുകൾ, നമ്മൾ ചിന്തിക്കുന്നതിലുപരിയായി ഒരേക മതത്തിനും ഏക ഗവൺമെന്റിനും വേണ്ടി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു. 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ദൈവാത്മാവ് വ്യക്തമായി പറഞ്ഞു, ഭാവി കാലത്തിന്റെ ലേറ്റർ ഡേയ്സ് ഭൂതങ്ങളുടെ പ്രവർത്തനം, അവരുടെ ഉപദേശം കൊണ്ട് അനേകർ ഇത് വിട്ടുകളയും.
പ്രോട്ടസ്റ്റന്റ് സഭകളിൽ നടക്കുകയാണ്. 2 തിമോഥെയോസ് 4-ാം അധ്യായം നോക്കിക്കാട്ടെ, അതിൻ്റെ 3-4 വാക്യം. പത്യോപദേശം പൊറുക്കത്തില്ലേ, സൗണ്ട് ഡോക്ട്രിൻ പൊറുക്കത്തില്ലേ. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്ക് ഒത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. എന്നെ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, അങ്ങനെ ഒരു നാൾ വരുമെന്ന് പൗലോസ് മുമ്പ് കൂട്ടി ചൂണ്ടിക്കാണിച്ചു. ആ ദിവസം വന്നു കഴിഞ്ഞു. അതിന്നിവിടെയുണ്ട്. പ്രോട്ടസ്റ്റന്റ് സഭകൾ പൂട്ടുകയാണ്. അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലൊക്കെ നിങ്ങൾ ചെന്നാൽ ഈ ചർച്ചസ് ആളുകളില്ലാതെ വന്നിട്ട് പൂട്ടുകയാണ്. ഞാൻ നിന്നിട്ടുണ്ട്, പ്രോട്ടസ്റ്റന്റ് സഭകളുടെ കെട്ടിടത്തിന് മുന്നിൽ നിന്നിട്ടുണ്ട്. ആ കെട്ടിടങ്ങൾ പൂട്ടി, ആളുകളില്ല കൂടാൻ. പാശ്ചാത്യ രാജ്യങ്ങൾ സംഭവിക്കുന്നു. അമേരിക്ക ഏക പ്രോട്ടസ്റ്റന്റ് രാജ്യമാണ്. നമ്മൾ വായിച്ചതുപോലെ അവിടെയുള്ള പാസ്റ്റേഴ്സ് 80% ദൈവവചനം ദൈവശ്വാസ്യമാണെന്ന് വിശ്വസിക്കുന്നില്ലേ? പിന്നെ സാധാരണക്കാരന്റെ കാര്യം പറയണോ? ഇതേ സമയം തന്നെ ഈ ഉപദേശങ്ങൾ വിട്ടുകളയുമ്പോൾ പോപ്പിന്റെ അജണ്ടയാണ് മതങ്ങളെയെല്ലാം ഒന്നിപ്പിക്കണം. വലിയ പ്രവൃത്തി നടക്കുകയാണ്. ഞാൻ വായിച്ചു, ടൈം മാഗസിനിൽ വന്നൊരു വാർത്ത. അതായത് ആംഗ്ലിക്കൻ ചർച്ച് വലിയ സ്പ്ലിറ്റ് ഉണ്ടായി. കാത്തലിക് ചർച്ചും ആംഗ്ലിക്കൻ ചർച്ചും, ഇംഗ്ലണ്ടിലുള്ള ആംഗ്ലിക്കൻ ചർച്ച് അവരിൽ നിന്ന് മാറി. അതിൻ്റെ തലവനാണ് കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് കൈകളിങ്ങനെ ഉയർത്തി തൻ്റെ കയ്യിൽ കിടക്കുന്ന ഒരു മോതിരം കാണിച്ചു. എന്നിട്ട് പറയുകയാണ്, ഇത് വിവാഹമോതിരമല്ല, പക്ഷേ ഇതൊരു എൻഗേജ്മെന്റ് റിംഗാണ്, പോപ്പ് കൊടുത്തതാണ് കത്തോലിക്ക സഭയും ആംഗ്ലിക്കൻ സഭയും കൂടെ ഒന്നിക്കുവാൻ. താൻ ആ കൈകൾ ഉയർത്തിയിട്ട് കാണിച്ചു. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ലോകം ഒരു വല്ലാത്ത സ്ഥിതിയിലേക്ക് പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരാട്ടിൻ കൂട്ടവും ഒരിടയനുമായി മാറും. അവർ പറയുന്നു, പോപ്പിന്റെ കീഴിൽ ഇവരൊക്കെ വരും. എന്നെ അത്ഭുതപ്പെടുത്തിയതും ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ ഈ വിഷയം എടുത്തതിൻ്റെ കാരണം, നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന ഈ മാനവികതയ്ക്കായി ഒന്നാകാം മാർപ്പാപ്പ അദ്ദേഹം പറയുകയാണ്, അവകാശങ്ങൾ, കടമകൾ, മാന്യത തുടങ്ങി എല്ലാറ്റിലും തുല്യരായി ഏകോദര സഹോദരങ്ങളായി സ്നേഹത്തിൽ ജീവിക്കാനാണ് ദൈവം നമ്മെ എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത്. 2019 ഫെബ്രുവരി 4 അബുദാബിയിൽ അൽ അസൽ ഗ്രാൻഡ് ഇമാം മുഹമ്മദ് അൽ തയ്യിബ്, ഞാൻ മുമ്പേ പറഞ്ഞ ആള്, ഞാനും കൂടെ പോപ്പ് പറയുകയാണ്, ഞാനും കൂടെ ഒപ്പുവെച്ച ലോക സമാധാനത്തിനും സഹവർത്തിത്വത്തിനും കൂട്ടായ്മയ്ക്കും രേഖകളിൽ പറയുന്നു, മനുഷ്യരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്, സ്നേഹത്തിൽ ജീവിക്കാൻ കടംപെട്ടവരാണ്, അടിസ്ഥാനത്തിൻ്റെ തത്വമെല്ലാ മതങ്ങളും പഠിപ്പിക്കണം. 2024 സെപ്റ്റംബർ 5 ജക്കാർത്ത, അതായത് മുസ്ലിം രാജ്യമാണ് ജക്കാർത്തയിൽ, ആ പള്ളിയിലെ ഗ്രാൻഡ് ഇമാമും മാർപ്പാപ്പയും കൂടെ ഒന്നിച്ചു സന്ദേശത്തിൽ പറയുന്നത് വിഭാഗീയത വിടണം. നമ്മൾ ഓർക്കുക, ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ജക്കാർത്ത എന്ന് പറയുന്നത് ഇത് ഇന്തോനേഷ്യ ലോകത്തിലെ ഒരു മുസ്ലിം കൺട്രിയാണ്. ആ രാജ്യത്തിലെ പ്രധാന ഇമാമും പോപ്പുമായിട്ട് ഒന്നിച്ച് ഒപ്പുവെച്ചിട്ട് പ്രസ്താവിക്കുകയാണ്, നമ്മൾ വിഭാഗീയത വെടിഞ്ഞ് ഒന്നായി പ്രവർത്തിക്കണം. മാനവികത, നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ പിൻഗാമികൾ ഏക മതത്തിന് വേണ്ടി 100-ാം വാർഷികം കൊണ്ടാടുമ്പോൾ അവർ വത്തിക്കനിൽ ചെന്ന് വത്തിക്കനിൽ നിന്ന് ആശീർവാദം മേടിച്ചു. പോപ്പ് എല്ലാ സപ്പോർട്ടും കൊടുക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് അവിടെ വീണ്ടും നമ്മൾ വായിക്കുന്നു പത്രത്തിൽ, സാദിഖാലി തങ്ങളും മാർപ്പാപ്പയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അവിടെയും ഈ കാര്യം എന്ന് പറഞ്ഞാൽ എത്ര ശക്തമാണ്. ഇസ്ലാം മതവും ക്രിസ്ത്യ മതവും കൂടെ ഒന്നിക്കുന്നു. റോമൻ കത്തോലിക്ക സഭയും പ്രോട്ടസ്റ്റന്റ് സഭകളും ഒന്നിക്കുന്നു. മറ്റ് മതങ്ങളും റോമൻ സഭകളും ഒന്നാകുന്നു. അതിനുവേണ്ടി വളരെ തീവ്ര പ്രയത്നം പോപ്പും പോപ്പിന്റെ ആളുകളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ
അവരുടെ വിശ്വാസം അനുസരിച്ച് ഒരിടയനും ഇടയൻ്റെ കീഴിൽ ആട്ടിൻകൂട്ടവും വരും. അത് സംഭവിക്കും. എന്താ ഇതിന് തടസ്സം? ഇതിന് തടസ്സം തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നു, തടുക്കുന്നവൻ വഴിയിൽ നിന്നും മാറണം. പരിശുദ്ധാത്മാവ് ഇതിനെതിരായി പ്രവർത്തിക്കുന്നു. ഇത് സമയത്തിന് മുമ്പ് വെളിപ്പെടാതെ സംഭവിക്കാതെ ദൈവാത്മാവിൻ്റെ ശക്തമായ പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി നടക്കുന്നത് കൊണ്ട് ഇന്ന് ഇത് പ്രത്യേകാൽ പ്രാബല്യത്തിൽ വരുന്നില്ല. എന്നാൽ എന്നെ കേൾക്കുന്നവർ ഒരു കാര്യം ഗ്രഹിക്കുക, ഞാൻ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഇന്ന് പ്രോട്ടസ്റ്റന്റ്, കാത്തലിക്, മറ്റു മതങ്ങളെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ കേരളത്തിലെ ഇവിടെ നിന്ന് ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ആളുകളെല്ലാം കൂടെ അവിടെ പോപ്പിനെ കാണാൻ ചെന്ന് നിങ്ങൾ ഈ പത്രങ്ങളെടുത്ത് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഈ ദൈവജനത്തിൻ്റെ സത്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സർവമത പ്രാർത്ഥന, സർവമത സമ്മേളനം, സാഹോദര്യം, വേണ്ട, ഇവിടെ എഴുതിയിട്ടുണ്ട് പ്രാഥമിക പാർലമെന്റ്, സർവമത പാർലമെന്റ്. എന്താ പിന്നെ ഇത് നടക്കാത്തത്? ഇത് നടക്കാത്തത് ഞാനും നിങ്ങളും ഇവിടെ ഉണ്ട്. ഞാനും നിങ്ങളും ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ലോകം മുഴുവൻ ഒരു മതത്തിൻ്റെ, കത്തോലിക്ക മതത്തിൻ്റെ കീഴിൽ നമ്മൾ കണ്ടതുപോലെ വെളിപ്പാട് 17-ാം അധ്യായത്തിൽ ആ 7 മലയുള്ള പട്ടണത്തിൻ്റെ കീഴിൽ ഈ മതങ്ങളും ക്രിസ്ത്യ സമൂഹം എല്ലാം കൂടെ കടന്നു വരും. എന്താണ് ഇത് നമ്മളെ കാണിക്കുന്നത്? ദൈവമക്കളായി നമ്മൾ ഇത് വിലയിരുത്തുവാൻ കടംപെട്ടവരാണ്. നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞു. നമ്മൾ ഓർത്തതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രോട്ടസ്റ്റന്റ് സഭകളെ അവരുടെ ഉപദേശങ്ങൾ വിട്ടുകളഞ്ഞിരിക്കുന്ന കാലയളവിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് പറയട്ടെ, എന്ത് വില കൊടുത്തും അടുത്ത തലമുറ ഈ ഉപദേശങ്ങൾ സത്യമാണെന്ന് പഠിപ്പിച്ച് അത് മുറുകെ പിടിച്ച്, നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത് സത്യമാണ്, അല്ലെങ്കിൽ തെറ്റിപ്പോകും, നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകും. കാരണം തെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടം ദൈവപുത്രൻ വരച്ച് കാണിച്ചില്ലേ? കാലത്തിൻ്റെ അന്ത്യത്തില് ഇങ്ങനെ അനേകർ വഞ്ചിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. പൈശാചികന്റെ ശക്തമായ പ്രവൃത്തികൾ ഉണ്ടായി, വഞ്ചിക്കപ്പെടുന്നു. വൺ വേൾഡ് റിലീജിയൻ, വൺ വേൾഡ് ഗവൺമെന്റ്. ആ വൺ വേൾഡ് ഗവൺമെന്റിനെ കുറിച്ച് ഞാൻ തൊട്ടില്ല. എന്നാൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങ് നിർത്താനായിട്ട് ശ്രമിക്കാം. ഇതിനെക്കുറിച്ച് ഞാൻ പരിശോധിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്കറിയാം, യൂറോപ്പിലെ ഈ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു പാർലമെൻ്റ് ഉണ്ട്. യൂറോപ്യൻ യൂണിയൻ്റെ പാർലമെൻറ്റ് പണിതിരിക്കുന്നത്, രണ്ടാമത്തേത് പണിതിരിക്കുന്നത് ഫ്രാൻസിൻ്റെ ജർമ്മനിയോടുള്ള അതിരിലാണ് പണിതിരിക്കുന്നത്. ഞാനതിൻ്റെ പടം കണ്ടു. ആ പടം അനേക ആർക്കിടെക്ട്സിൻ്റെ കയ്യിൽ നിന്ന് അതിനു വേണ്ടിയുള്ള പടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ചിത്രങ്ങൾ മേടിച്ച ശേഷമാണ് അതിൻ്റെ പണി അവർ നടത്തിയത്. ആ പണി എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനെ ബാബേലിൽ പണിത ഗോപുരം ഇങ്ങനെ വട്ടത്തിൽ അത് കുറച്ച് മോളിൽ വന്നിട്ട് പണി തീർന്നിട്ടില്ല. അതേ ഷേപ്പിലാണ് ഇന്ന് യൂറോപ്യൻ യൂണിയൻ അവരുടെ തലസ്ഥാനം പണിതിരിക്കുന്നത്. സ്റ്റാർബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് അതേ ഷേപ്പിൽ അതിൻ്റെ പണി തീർത്തിട്ടില്ല. വൺ വേൾഡ് വൺ വോയിസ് എന്ന മോട്ടോയിൽ അവരേക ലോകം ഏക ശബ്ദം. അതിൻ്റെ മോൾ വശത്തിൻ്റെ പണി തീർത്തിട്ടില്ല. ബാബേൽ ഗോപുരം പോലെ. എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് ചോദിച്ചാൽ, ബാബേലിൽ ആരംഭിച്ചത് തീർന്നിട്ടില്ല, ഞങ്ങളത് പൂർത്തീകരിക്കാം എന്ന് പറയുകയാണ്. ഇത് ഏകലോക ഗവൺമെന്റിന് വേണ്ടിയുള്ള മുന്നോട്ടുള്ള കാൽവയ്പ്പാണ്. നമുക്ക് ആ ഭാഗത്തിലേക്ക് ചിന്തിക്കാൻ നിവൃത്തിയില്ല. ദൈവമക്കളോട് ഞാൻ വളരെ ശക്തമായി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ, എൻ്റെ സമയം കഴിയുകയാണ്. ദൈവമക്കളെ, നമ്മളിത് വിലയിരുത്തുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ കേരളത്തിൽ ആരംഭിച്ച ഏകമത ആ സംഹിത ലോകവ്യാപകമായി പോപ്പിനോട് ചേർന്ന് ഒരേക മതത്തിന് വേണ്ടി, സൗഹാർദ്ദത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് ശിവഗിരി മഠത്തിൻ്റെ പ്രവർത്തനം ആഗോളമാക്കി തീർത്തുകൊണ്ട് ഏകലോക ഗവൺമെന്റിന് വേണ്ടി, ഏകലോക മതത്തിന് വേണ്ടി
3 മതങ്ങളുടെ സർവമത ആരാധന, ശിവഗിരിയിൽ സർവമത ആരാധന കേന്ദ്രം സ്ഥാപിക്കാൻ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ പ്രാർത്ഥനാ കേന്ദ്രം, ധ്യാന മണ്ഡപം ഉൾപ്പെടെ ലോക നിലവാരമുള്ള മന്ദിരങ്ങൾ രൂപരേഖയുടെ സമർപ്പണം ഫ്രാൻസിസ് മാർപ്പാപ്പ നിർവഹിച്ചു. നിർമ്മാണം വൈകാതെ പൂർത്തിയാകും. കേരളത്തിൽ നടക്കുന്നു. നമ്മൾ ഭയപ്പെടേണ്ട ദിവസം, ഭയപ്പെടേണ്ട ദിവസം. ഇത് കാണുമ്പോൾ എബ്രായലേഖനം 10 വായിക്കുന്ന പോലെ നാളുകൾ സമീപിക്കുന്ന നിങ്ങൾ കാണും തോറും നമ്മുടെ കൺമുമ്പിൽ കാണാൻ കഴിയുന്നു. ഉൽപ്രാവണത്താൽ സഭ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ മതങ്ങളും ക്രിസ്ത്യ സഭകളും ഒന്നിച്ച് റോമൻ കത്തോലിക്ക സഭയുടെ കീഴിൽ വരുന്നത് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, കേരളത്തിൽ നിന്നുള്ള ശിവഗിരി മഠവും അതിന് താല്പര്യമെടുത്ത് ഈ കേരളത്തിൽ ശിവഗിരി മഠത്തിൽ അവിടെ 3 മതങ്ങളുടെ ഒന്നിച്ചുള്ള ആരാധന നടത്തുവാൻ കെട്ടിടങ്ങൾ പണി ആരംഭിക്കുകയാണ്. മാർപ്പാപ്പ ആശീർവദിച്ച് ആ പണി ഇവിടെ തുടങ്ങുന്നു. ഇത് ചെറിയ കാര്യമാണോ? അല്ല. മുൻപേ മുൻപേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ, മന്നീരുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. മുൻപേ മുൻപേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ, മന്നീലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. സ്വർഗഭാഗ്യം എത്രയോഗ്യം ആർക്കു വർണ്ണിക്കാം, ആദിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറും